മാധ്യമം പോഡ്കാസ്റ്റ്. മാധ്യമം എഡിറ്റോറിയൽ 2026 ജൂൺ 15 തിങ്കൾ. പക്ഷപാതിത്വം സ്ഥാപനവൽക്കരിച്ചുകൊണ്ട് ഇലക്ഷൻ കമ്മീഷൻ സ്വധർമ്മം അവഗണിക്കുമ്പോൾ ജനാധിപത്യത്തിന് കാവൽക്കാരായി ബാക്കിയുള്ളത് ജുഡീഷ്യറിയാണ്. പലപ്പോഴും ആ കാവലാളും വേണ്ടത്ര ജാഗ്രത പാലിക്കുന്നില്ല എന്ന് ചർച്ച ചെയ്യുന്നതാണ് ഇന്നത്തെ എഡിറ്റോറിയൽ. വോട്ട് മോഷണത്തിന് പിന്നാലെ സീറ്റ് മോഷണം. യൂണിയൻ സർക്കാരിന്റെ നിയന്ത്രണത്തിലാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്നത് വെറും അഭിപ്രായമോ നിരീക്ഷണമോ അല്ല, വസ്തുതയാണ്. കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നത് സർക്കാരിന്റെ ഇഷ്ടമനുസരിച്ച് മാത്രമാണ്. അതിന് പാകത്തിൽ സുപ്രീം കോടതിയുടെ നിർദ്ദേശം മറികടന്നുകൊണ്ട് മോദി സർക്കാർ വ്യവസ്ഥ ചെയ്തിട്ടുണ്ട്. ഏകപക്ഷീയമായി പ്രവർത്തിക്കുന്നവരെ നിയമിച്ചു. അവരുടെ പ്രവർത്തനങ്ങൾ കോടതിയിൽ ചോദ്യം ചെയ്യാൻ പറ്റില്ല എന്നുകൂടി നിയമമുണ്ടാക്കി. തിരഞ്ഞെടുപ്പിന്റെ പവിത്രതയും സ്വതന്ത്ര സ്വഭാവവും ഇല്ലാതാക്കുന്ന തരത്തിൽ വോട്ടർ പട്ടിക മുതൽ രാജ്യസഭാ തിരഞ്ഞെടുപ്പ് വരെ എല്ലാറ്റിലും കമ്മീഷൻ ഏകപക്ഷീയത പുലർത്തുന്നു. അതിന്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് മധ്യപ്രദേശിൽ നിന്നുള്ള രാജ്യസഭാ തിരഞ്ഞെടുപ്പിൽ സംഭവിച്ചിരിക്കുന്നത്. അവിടെ 3 രാജ്യസഭാ സീറ്റുകളിലേക്ക് തിരഞ്ഞെടുപ്പ് നടന്നത്. നിയമസഭയിലെ അംഗബലം അനുസരിച്ച് 2 സീറ്റ് BJPക്കും 1 കോൺഗ്രസിനും ലഭിക്കുമെന്ന് ഉറപ്പായിരുന്നു. എന്നാൽ കോൺഗ്രസിന്റെ സീറ്റ് അന്യായമായി തട്ടിയെടുക്കാൻ BJPയുമായി റിട്ടേണിംഗ് ഓഫീസർ ഒത്തുകളിച്ചതായാണ് സംഭവങ്ങൾ സൂചിപ്പിക്കുന്നത്. കോൺഗ്രസ് മീനാക്ഷി നടരാജനെ സ്ഥാനാർത്ഥിയാക്കി. വോട്ടെടുപ്പ് നടന്നാൽ 2 സീറ്റ് കിട്ടൂ എന്നറിഞ്ഞിട്ടും BJP 3 സീറ്റിലേക്കും സ്ഥാനാർത്ഥികളെ വെച്ചു. എന്നിട്ട് മീനാക്ഷി നടരാജന്റെ പത്രിക തള്ളണമെന്ന വാദം ഉന്നയിച്ചു. പത്രികയിൽ അവർക്കെതിരായുള്ള ഒരു വിവരം ഉൾപ്പെടുത്തിയില്ലെന്നായിരുന്നു വാദം. വരണാധികാരി ഇതിന്റെ നിയമസാധുത പോലും പരിശോധിക്കാൻ നിൽക്കാതെ അവരുടെ പത്രിക തള്ളുകയും 3 BJP സ്ഥാനാർത്ഥികളും മത്സരമില്ലാതെ ജയിച്ചതായി പ്രഖ്യാപിക്കുകയും ചെയ്തു. മറച്ചുവെക്കാനാകാത്തത്ര വ്യക്തമാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഒത്തുകളി. നിയമമനുസരിച്ചോ കമ്മീഷന്റെ തന്നെ നടപടിക്രമം അനുസരിച്ചോ സാമാന്യ യുക്തി അനുസരിച്ചോ ന്യായീകരിക്കാനാവാത്ത പച്ചയായ ഒത്തുകളി. ഇതേ കമ്മീഷൻ തന്നെയാണ് ജാർഖണ്ഡിൽ BJPക്ക് വേണ്ടി മറിച്ചൊരു നിലപാടെടുത്തത്. അവിടെ രാജ്യസഭയിലേക്ക് BJP പിന്തുണയോടെ മത്സരിച്ച സ്വതന്ത്ര സ്ഥാനാർത്ഥിയുടെ പത്രികയിലെ പിഴവുകൾ തിരുത്താനും അനുബന്ധ രേഖകൾ സമർപ്പിക്കാനും സമയം നൽകുകയാണ് ചെയ്തത്. മാത്രമല്ല, മീനാക്ഷി നടരാജന്റെ പത്രികയിൽ ഒരു കേസിന്റെ വിവരം മറച്ചുവെച്ചു എന്ന ആരോപണം തെറ്റാണ്. അവർക്കെതിരെ കേസില്ല. തെലങ്കാനയിലെ ഒരു കോൺഗ്രസ് നേതാവിനെതിരെ ഒരു വനിതാ നേതാവ് നൽകിയ പരാതിയിൽ ആ സംസ്ഥാനത്തിന്റെ AICC ചുമതലയുള്ള മീനാക്ഷി നടപടിയെടുത്തില്ലെന്ന് അന്യായത്തിൽ പരാമർശിച്ചിരുന്നു. ഒന്നാമതായി, സംഭവം നടന്നു എന്ന് പറയുന്ന 2022 മീനാക്ഷിക്ക് ആയിരുന്നില്ല AICC ചുമതല. രണ്ടാമതായി, കേസിൽ മീനാക്ഷി പ്രതിയല്ല. സ്വകാര്യ അന്യായത്തിലെ പരാമർശത്തിൽ തീരുമാനമെടുക്കും മുൻപ് അന്യായത്തിൽ പേരുള്ള എല്ലാവർക്കും ചട്ടപ്രകാരം കോടതി നോട്ടീസ് അയച്ചു എന്ന് മാത്രം. അവർ പ്രതിയാണെന്നോ പ്രതിയാകുമെന്നോ അതിനർത്ഥമില്ല. കുറ്റപത്രം തയ്യാറാക്കിയതും ശിക്ഷിക്കപ്പെട്ടതുമായ കേസുകൾ മാത്രമേ ജനപ്രാതിനിധ്യ നിയമം 1951 33A1 പ്രകാരം വെളിപ്പെടുത്തേണ്ടതുള്ളൂ. സ്വകാര്യ അന്യായത്തിൽ 4ാം എതിർകക്ഷിയായി പേരുണ്ട് എന്നത് പത്രിക തള്ളാൻ കാരണമാക്കിയത് കമ്മീഷന് നിയമം അറിയാത്തത് കൊണ്ടാകാൻ ഇടയില്ല. BJPക്ക് അന്യായമായി സീറ്റുണ്ടാക്കി കൊടുക്കാൻ തന്നെയാവണം. പക്ഷപാതിത്വം സ്ഥാപനവൽക്കരിച്ചുകൊണ്ട് ഇലക്ഷൻ കമ്മീഷൻ സ്വധർമ്മം അവഗണിക്കുമ്പോൾ ജനാധിപത്യത്തിന് കാവൽക്കാരനായി ബാക്കിയുള്ളത് ജുഡീഷ്യറിയാണ്. പലപ്പോഴും ആ കാവലാളും വേണ്ടത്ര ജാഗ്രത പാലിക്കുന്നില്ല. മീനാക്ഷിക്കെതിരായ അനീതി തിരുത്താൻ സുപ്രീം കോടതി ഇടപെടാതിരുന്നത് ആശങ്കയുയർത്തുന്നു. ഭരണഘടനയിലെ 329 വകുപ്പ് ചൂണ്ടിക്കാട്ടി മീനാക്ഷിയുടെ ഹർജി തള്ളുകയാണ് കോടതി ചെയ്തത്. തിരഞ്ഞെടുപ്പ് കേസ് എന്ന നിലയ്ക്ക് കമ്മീഷനെ തന്നെ സമീപിക്കണമെന്നാണ് നിർദ്ദേശം. എന്നാൽ പ്രകടമായ അനീതി ഉണ്ടായാൽ ഇപ്പറഞ്ഞ വകുപ്പ് മറയാക്കിക്കൂടെന്ന് മഹേന്ദ്ര സിംഗ് ഗിൽ കേസിൽ സുപ്രീം കോടതി 1977 ചൂണ്ടിക്കാട്ടിയതാണ്. മാത്രമല്ല, ഒരു പ്രത്യേക കേസിന്റെ വസ്തുതകൾ പരിഗണിച്ച് നീതി നടപ്പാക്കാൻ കോടതിക്ക് പൂർണ്ണ അധികാരം 142 വകുപ്പ് നൽകുന്നുമുണ്ട്. നിർഭാഗ്യവശാൽ ഇപ്പോൾ നീതിക്ക് മുകളിൽ നടപടിക്രമത്തെ സ്ഥാപിക്കുകയാണ് പരമോന്നത കോടതി ചെയ്തിരിക്കുന്നത്. തിരഞ്ഞെടുപ്പ് സംവിധാനമാകെ സമഗ്രാധിപത്യ ശൈലിയിലേക്ക് മാറും മുൻപ് ജനാധിപത്യത്തെ സംരക്ഷിക്കേണ്ട ചുമതല കോടതിക്കുണ്ട്. നടപടിക്രമം കൊണ്ട് മാത്രം ജനാധിപത്യം പുലരില്ല. നാസി ജർമ്മനിയിലും ഫാസിസ്റ്റ് ഇറ്റലിയിലുമെല്ലാം നടപടിക്രമത്തിലും സാങ്കേതികതയിലും ജനാധിപത്യം നിലനിന്നിരുന്നു എന്നോർക്കുന്നത് നല്ലതാണ്. ജനാധിപത്യത്തിന്റെ അസ്ഥികൂടമല്ല, ആത്മാവാണ് ഇന്ത്യക്ക് വേണ്ടത്. നമ്മുടെ രാജ്യം അത് അർഹിക്കുന്നു. മാധ്യമം പോഡ്കാസ്റ്റ്.